ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഇടം കിട്ടിയ, മുത്തുനബി തിരിച്ച് സ്നേഹിച്ച, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? സ്വഹാബത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുത്തുനബി ഇഷ്ടപ്പെട്ടവർ. മുത്തുനബിയുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടിയ മഹാന്മാരിൽ ഒന്നാമത്തെ ക്വാളിറ്റി ഉള്ളവർ സ്വഹാബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളാണ്. ആരാണ് സ്വഹാബിമാർ? ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിമായ നിലക്ക് ഒരു സെക്കൻഡ് ഹബീബായ തങ്ങൾ അടുത്തു നിന്നിട്ട് ആ മുസ്ലിമായി തന്നെ മരിച്ച ഒരു സ്വഹാബിയുടെ സ്ഥാനം ലോകത്തൊരൊറ്റ ഔലിയാക്കൾക്കുമില്ല, ലോകത്തൊരു മഹാനും ആ സ്ഥാനമില്ല, ലോകത്തൊരൊറ്റ മനുഷ്യനിക്കും ആ പവറില്ല. ഒരു സെക്കൻഡ് മുസ്ലിമായി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ജീവിച്ച് ആ മുസ്ലിമായി തന്നെ മരിച്ച സ്വഹാബിയേക്കാൾ മഹത്വമുള്ളൊരു വലിയ, ആ സ്വഹാബിയേക്കാൾ പവറുള്ളൊരു മഹാന്, ആ സ്വഹാബിയേക്കാൾ സ്ഥാനമുള്ളൊരു മനുഷ്യൻ ലോകത്തില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, شرف الصحبة والرؤية رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ താമസിച്ചതിന്റെ സഹവസിച്ചതിന്റെ ഒരു സ്ഥാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതിന്റെ ഒരു സ്ഥാനം, ലാ യുആദിലുഹു അമലു വലാ യുവാസിനുഹു ശറഫുൻ. ആ ഒരു സ്ഥാനത്തിനോട് പകരം വരുന്ന ഒരു സൽക്കർമ്മവും ഇല്ല, ആ ഒരു സ്ഥാനത്തിനോട് പകരം വരുന്ന ഒരു പുണ്യകർമ്മവും ഇല്ല. സ്വഹാബത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളവർ. സ്വഹാബത്തിൽ നിന്നാണ് നമ്മൾ ദീന് പഠിക്കേണ്ടത്, സ്വഹാബത്തിൽ നിന്നാണ് നമ്മൾ സ്നേഹം പഠിക്കേണ്ടത്, സ്വഹാബത്തിൽ നിന്നാണ് നമ്മുടെ മഹബ്ബത്തിന്റെ പാഠം പഠിക്കേണ്ടത്. ആമിനൂ കമാ ആമനന്നാസ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സ്വഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കണം, സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, സ്വഹാബത്ത് മുത്തുനബി ഏറ്റെടുത്തതുപോലെ ഏറ്റെടുക്കണം. അവരാണ് മുത്തുനബിയുടെ മനസ്സിൽ സ്നേഹം പിടിച്ചവർ, അവരാണ് മുത്തുനബിയുടെ സ്നേഹം കിട്ടിയവർ, അവരാണ് മുത്തുനബി ഏറ്റവും കൂടുതൽ പരിഗണിച്ചവർ. അതുകൊണ്ട് പരിശുദ്ധ റബീഉൽ അവ്വൽ കൊണ്ട് മുത്തുനബിയുടെ മനസ്സിൽ സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, പരിശുദ്ധ മൗലിദുകൾ കൊണ്ട് മുത്തുനബിയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ, സ്വഹാബത്തു റസൂലില്ലാഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ പിൻപറ്റുക, അവരുടെ ജീവിതം പഠിക്കുക, അവരുടെ മഹബ്ബത്ത് പഠിക്കുക, ആ വഴിയിൽ സഞ്ചരിക്കുക തന്നെ. സ്വഹാബത്തിനേക്കാൾ വലിയൊരു സ്ഥാനം ലോകത്തൊരു വലിയനും ഇല്ല എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത ഒരു തീരുമാനമാണ്. സഹാബത്തിന്റെ ഏറ്റവും വലിയ പവർ യുദ്ധത്തിൽ ഷഹീദായി എന്നല്ല. ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പവർ യുദ്ധത്തിൽ ഷഹീദായി എന്നല്ല. സഹാബത്ത് യുദ്ധത്തിൽ ഷഹീദായ സഹാബികളുടെ ഏറ്റവും വലിയ മഹത്വം അവർ യുദ്ധത്തിൽ ഷഹീദായി എന്നല്ല, മറിച്ച് അവർ സ്വഹാബിയായി എന്നാണ്. മുത്തുനബിയുമായി സഹവസിച്ചു എന്നാണ്, മുത്തുനബിയുടെ മനസ്സിൽ അവർ ഒരു ഇടം നേടി എന്നാണ്, മുത്തുനബിയുമായി അവർക്കൊരു കൂട്ടിമുട്ടലിന്, ഒരു കൂടിക്കാഴ്ചക്ക് അവസരം കിട്ടി എന്നുള്ളതാണ് സ്വഹാബത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് മഹാന്മാര് പറയുന്നിടത്തെല്ലാം നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് സ്വഹാബത്ത് ഇത്രയും വലിയൊരു സ്ഥാനമെത്തിയത്? എങ്ങനെയാണ് സ്വഹാബത്തിന് ഈ ഒരു സ്ഥാനം കിട്ടിയത്? അത് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ സുഹബത്ത്, അവരുടെ മഹബ്ബത്ത്, അവർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ, മഹബ്ബത്തിന്റെ കഥകളാണ് സ്വഹാബത്ത്
സ്വഹാബത്തിന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് ഏറ്റെടുത്തത്? എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ അസ്ഹാബി കന്നുജൂം, അന്റെ സമുദായം എന്നുള്ളത് എന്റെ സ്വഹാബത്ത്, അവർ നക്ഷത്ര തുല്യരാണ്, അവരിൽ നിന്ന് ആരെ നിങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾ സന്മാർഗത്തിലെത്തും, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ വിജയിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് കൊടുത്ത ഒരു ക്വാളിറ്റി ലോകത്തൊരു വലിയനോ ലോകത്തിനൊരു മനുഷ്യനിക്കോ ഇനി കിട്ടാനില്ല. സ്വഹാബത്ത് മുത്തുനബിക്ക് കൊടുത്ത സ്നേഹത്തിന് പകരം വരുന്ന ഒരു സ്നേഹം ലോകത്തൊരാൾക്കും പറയാനില്ല. അതുകൊണ്ട് പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ മൗലിദുകൾ കൊണ്ട്, റാലികൾ കൊണ്ട്, മീലാദ് കോൺഫറൻസുകൾ കൊണ്ട് നമ്മൾ ഒന്നാമതായി ലക്ഷ്യമിടേണ്ടത് എനിക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഒരിടം കിട്ടണം. അത് കിട്ടണമെങ്കിൽ സ്വഹാബത്തിന്റെ വഴി നമ്മൾ സ്വീകരിക്കണം. എങ്ങനെയാണ് സ്വഹാബത്ത് സ്നേഹിച്ചത്, എങ്ങനെയാണ് സ്വഹാബത്ത് സ്നേഹിച്ചത് എന്ന് നന്നായി പഠിക്കണം.